എല്ലാവർക്കും മിയാൽന ഡ്രീം ഹോംസിലേക്ക് സ്വാഗതം. ബെൽജിയം, ബ്രസീൽ, ജർമ്മനി, ഫ്രാൻസ്, ഇന്ത്യ എന്നിവിടങ്ങളിലെ വ്യത്യസ്തമാർന്ന വീടുകളാണ് നാം ഇതുവരെ പരിചയപ്പെട്ടത്. ഇന്ന് ജപ്പാനിലെ ഒരു പ്രത്യേകതയാർന്ന ഭവനമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ജപ്പാനിൽ സ്കേപ്പ് ഹൗസ് എന്ന വിളിപ്പേരുള്ള ഈ വീടിൻ്റെ വാസ്തുകല നിറവേറ്റിയിരിക്കുന്നത് അപ്പോളോ ആർക്കിടെക്ട്സ് ആൻഡ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനമാണ്. 2020 പണി കഴിപ്പിച്ച ഈ വീടിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 216 ചതുരശ്ര മീറ്ററാണ്. ഒരു ശിശുരോഗ വിദഗ്ധനും കുടുംബത്തിനും വേണ്ടിയുള്ള ഈ വസതി കനത്ത മഞ്ഞ് ലഭിക്കുന്ന യമഗാന ഉപാധ്യക്ഷ സ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്താണ്. കക്ഷിയുടെ മാതാപിതാക്കൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള വസ്തുവിൽ ഒരു പാറക്കെട്ട് ഉദ്യാനം കടമെടുത്ത പ്രകൃതി ദൃശ്യം എന്ന ആശയം ഉപയോഗിച്ചാണ് രൂപകൽപ്പന ആരംഭിച്ചത്. ശൈത്യകാലത്തിൻ്റെ മധ്യത്തിൽ പോലും സുഖപ്രദമായ ഗാർഹിക താപനില ഉറപ്പാക്കുവാൻ വ്യതിരഹിതമായ കൂറ്റൻ കോൺക്രീറ്റ് മുൻഭാഗം ഭാഗിക വിദ്യുത്രോധമായി ഉപയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല, യവനിക, മരം കൊണ്ടുള്ള ജനാലകൾ എന്നിവ വീടിനെ അതിൻ്റെ മഞ്ഞുവീഴ്ചയുള്ള അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുത്തുന്നു. ഒന്നാം നിലയിൽ ഇരട്ട ഉയരമുള്ള മച്ചുള്ള ചലനാത്മകമായ സ്വീകരണ മുറിക്ക് അഭിമുഖമായി തുറന്ന അടുക്കളയുണ്ട്. അടുക്കള മുതൽ സ്വീകരണ മുറി വരെ വ്യാപിച്ച അവിഭാജ്യ ഭാഗമായ മതിൽ സംഭരണത്തിന്റെ ഫലമായി ഇടം അലങ്കോലമില്ലാതെ തുടരുന്നു. ജനപ്രീതി ആർജിച്ച നെരുപ്പോടിന് പിന്നിലുള്ള വലിയ നിശ്ചിത ജാലകങ്ങൾ പാറക്കെട്ട് ഉദ്യാനത്തിൻ്റെ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് സ്വീകരണ മുറിയിലേക്കും അടുക്കളയിലേക്കും മാറുന്ന കാലാവസ്ഥയുടെയും സമയത്തിൻ്റെയും അവബോധം നൽകുന്നു. ഇതവർക്ക് സുഖവാസ കേന്ദ്രം പോലുള്ള മാനസികാവസ്ഥ പ്രദാനം ചെയ്യുന്നു. അടുത്ത വീടുകളിൽ നിന്നുള്ള കാഴ്ചയുടെ വരകൾ തടയുമ്പോഴും ഉദ്യാനത്തിൻ്റെ കടം വാങ്ങിയ പ്രകൃതി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി ജാലകങ്ങൾ മനഃപൂർവ്വം താഴ്ന്ന സ്ഥാനത്താണ്. രണ്ടാമത്തെ നിലയിൽ കുട്ടികളുടെ മുറികൾ, വലിയ കിടപ്പുമുറി, മറ്റ് സ്വകാര്യ ഇടങ്ങൾ എന്നിവയുണ്ട്. കുട്ടികളുടെ മുറികൾ ശൂന്യതയിലൂടെ സ്വീകരണ മുറിയുമായി സംവേദനാത്മകമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതൊരു മനോഹരമായ സംബന്ധം സൃഷ്ടിക്കുന്നു.
ഭാവിയിൽ വസ്തുപരിധിയിൽ കേളി പ്രദേശവും വിശ്രമ സ്ഥലവും ചേർത്ത് കുടുംബത്തിന് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ബന്ധം വിപുലീകരിക്കാൻ കഴിയും. ഈ അർത്ഥത്തിൽ താമസ സ്ഥലം പരമ്പരാഗത ഗ്രാമീണ ജീവിതശൈലി പ്രതിഫലിപ്പിക്കുന്നു. ഇത് സമൂഹവുമായി ശക്തമായ കുടുംബ ബന്ധത്തിന് സമന്വയിപ്പിക്കുന്നു. രൂപഭംഗിയിൽ മികവുറ്റതും എന്നാൽ ലളിതവുമായ ഒരു ഭവനമാണ് നാം ഇന്ന് കണ്ടത്. ഇപ്രകാരമുള്ള സൃഷ്ടികളാണ് വാസ്തു സമൂഹം ആഗ്രഹിക്കുന്നത്. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.